ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഐ റിവ്യൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആട്ടോ. ഇപ്പോൾ യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും തുറന്ന് അധികം കാണുന്നത് അതിൻ്റെ ട്രെൻഡൊക്കെ പോയി വരുന്നുണ്ട്, എന്നാലും ഇപ്പോഴും വാങ്ങുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കിയാലോ. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് വന്നിട്ട് 5 പീസ് വരുന്ന ബെഡ്ഷീറ്റാണ് കേട്ടോ. ഗ്ലേസ് കോട്ടണിൽ വരുന്ന ഗ്ലേസ് കോട്ടൺ എന്താണെന്ന് സംഭവം ഞാൻ കുറേ ആലോചിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കോട്ടൻ്റെ വേറൊരു ടൈപ്പ് ആയിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ വാങ്ങിയിട്ടുണ്ട് ഞാൻ 2 ഗ്ലേസ് കോട്ടൻ്റെ 5 പീസ് വരുന്ന ബെഡ്ഷീറ്റും ഒരു നോർമൽ ഗ്ലേസ് കോട്ടണിൽ വരുന്ന ബെഡ്ഷീറ്റും കേട്ടോ ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബെഡ്ഷീറ്റ് വന്നിട്ട് ഇതാട്ടോ. അപ്പോൾ ഇത് നല്ല സൂപ്പർ പാക്കിംഗ് ആണ്, മാത്രമല്ല നല്ല വെയിറ്റ് തോന്നുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒരു 500 ആ ഒരു റേഞ്ചിലാട്ടോ, പ്രൈസ് റേഞ്ചിലാണ് വാങ്ങിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു അതിലും കുറച്ച് കുറഞ്ഞ് കിട്ടുമെന്ന്. ഞാൻ കുറേ നോക്കിയപ്പോൾ എനിക്ക് 400 സംതിങ്ങിൽ കിട്ടി. അപ്പോൾ 493 രൂപയുടെ ആട്ടോ ഈ ഒരു ബെഡ്ഷീറ്റ് വന്നിട്ട്. അപ്പോൾ ഈ ബെഡ്ഷീറ്റിൻ്റെ റേറ്റ് ഇപ്പം 470 സംതിങ്ങേ വരുന്നുള്ളൂ, കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാ 5 പീസ് ബെഡ്ഷീറ്റ് പോലെ തന്നെ 2 കുഞ്ഞ് പില്ലോ വരുന്നുണ്ട്. പില്ലോ നല്ല സോഫ്റ്റായിട്ട് ഉള്ള മെറ്റീരിയൽ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ അതായത് അതിൻ്റെ ഉള്ളിൽ സ്പോഞ്ച് പോലത്തെ ഒരു സംഭവമുണ്ട്. അതേപോലെ തന്നെ 2 സിബ് കൊടുത്തിട്ടുണ്ട്. പില്ലോ കവറും ഒരു കുഞ്ഞ് പില്ലോയും സെയിം ഫാബ്രിക് തന്നെയാണ് വരുന്നത്. നല്ല സുഖമുണ്ട് കേട്ടോ, അതിലിങ്ങനെ കിടക്കാനൊക്കെ നല്ല രസമുണ്ട്. അതേപോലെ തന്നെ അതിന് പില്ലോ കവറിന് 2 സിബ് വരുന്നുണ്ട്. പില്ലോ കവർ നോർമൽ പില്ലോനൊക്കെ ഇടാം കേട്ടോ. നല്ല കുറച്ച് വലിയ പില്ലോസ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ബെഡ്ഷീറ്റ് വന്നിട്ട് പ്രിൻ്റെല്ലാം വന്നിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ ഗ്ലേസ് കോട്ടൺ എനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു റേഞ്ചിന് വന്നിട്ട് പില്ലോസ് അടക്കം കിട്ടുമ്പോൾ ഇതൊരു വർത്ത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബെഡ്ഷീറ്റ് വന്നിട്ട് കുട്ടികൾക്കൊക്കെ പറ്റിയൊരു ബെഡ്ഷീറ്റാണ് കേട്ടോ. നല്ല രസമുള്ള ഒരു പ്രിൻ്റൊക്കെ വന്നിട്ട് ഞാൻ കൂടുതൽ പ്രതീക്ഷിച്ചൊരു ബെഡ്ഷീറ്റ് ഇതായിരുന്നു. അപ്പോൾ നമുക്കിത് നോക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും എന്തായാലും, അവർക്ക് കുറച്ച് നേരം നോക്കി നിൽക്കാനെല്ലാം ചെറിയ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുന്നൊരു പ്രിൻ്റൊക്കെ വരുന്നൊരു ബെഡ്ഷീറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 435 രൂപയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 കുഞ്ഞു പില്ലോ ഉണ്ട്, കവറുണ്ട് 2 കവറ്. ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ വ്യൂ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് വിരിച്ച് കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി പറയാം. ഇതിനൊരു കുഴപ്പമുണ്ട്, നമുക്ക് ബെഡിൽ വിരിച്ച് കഴിഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് പറയാം കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിൻ്റെല്ലാം വന്നിട്ട് അടിപൊളിയാണ് കേട്ടോ. നല്ല സ്റ്റാർ വരുന്നുണ്ട്, അതൊരു കുതിരേൻ്റെ പ്രിൻ്റ്, അതുപോലെ നക്ഷത്രം, മേഘം, അങ്ങനെ കുട്ടികൾ നോക്കി നിൽക്കാൻ വേണ്ടി കുറേ അധികം പ്രിൻ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേർഡ് ബെഡ്ഷീറ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതൊരു ഗ്രേ കളറിൽ വരുന്ന ഗ്ലേസ് കോട്ടണിൽ വരുന്ന ഒരു ബെഡ്ഷീറ്റാണ്. നല്ല ഫ്ലവർ പ്രിൻ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 250 രൂപയാണ്. ഡബിൾ കോട്ടാണ് ഞാൻ വാങ്ങിയത്. ഇതിൻ്റെ സിംഗിൾ അവൈലബിൾ ആണ്, കിങ് സൈസ് അവൈലബിൾ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നോർമൽ ബെഡ്ഷീറ്റ് പോലെ തന്നെ 2 പില്ലോ കവർ വന്നിട്ടുണ്ട് ബെഡ്ഷീറ്റ്. അപ്പോൾ ഗ്ലേസ് കോട്ടണിലാണ് വന്നിട്ടുള്ളത്. എനിക്ക് ഗ്ലേസ് കോട്ടൺ അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടില്ല. ഒരു പോളി കോട്ടൺ ടൈപ്പ് തന്നെയാണ് കേട്ടോ തോന്നുന്നത്. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, പ്രിൻ്റൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ 3 ബെഡ്ഷീറ്റും ബെഡിൽ വിരിച്ചിട്ടുള്ള റിവ്യൂ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു രണ്ടാമത്തെ ബെഡ്ഷീറ്റിനൊരു കുഴപ്പമുണ്ടെന്ന്. അപ്പോൾ ഇത് അവിടെ ഇവിടെയൊക്കെ വൈറ്റ് അടിച്ച് കാണുന്നു കേട്ടോ. എനിക്കത്ര ഒരു വാഷ് ചെയ്യുമ്പോഴേക്ക് മിക്കവാറും അത് നല്ല വൈറ്റായിട്ട് മാറും തോന്നുന്നു. സോപ്പും കാര്യങ്ങളൊക്കെ തട്ടുമ്പോൾ നല്ലോണം ഒന്ന് ഇതാവും തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പൊതുവെ ബെഡ്ഷീറ്റൊക്കെ എടുക്കുമ്പോൾ ലൈറ്റ് കളർ വാങ്ങാറില്ല. അപ്പോൾ രണ്ടാമതെടുത്തത് ലൈറ്റ് കളർ തന്നെയാണ്. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ. ലൈറ്റ് കളർ എടുത്താൽ പെട്ടെന്ന് കച്ചറയാകും. അത് കുട്ടികളുള്ള വീട്ടിലൊക്കെ ലൈറ്റ് കളേഴ്സ് എടുത്തിട്ട് കാര്യമില്ല. ഇത് നമ്മൾ തന്നെയാണല്ലോ അലക്കി വെളുപ്പിക്കേണ്ടത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അധികം ആളും 5 പീസ് വരുന്നത് നല്ല ലൈറ്റ് കളർ എടുത്തിട്ടാണ്, ഒരു വൈറ്റ് ക്രീമി കളർ എടുത്തിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയത്. അപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റ് ഹോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പൊതുവേ ഞാൻ പറയാം, എനിക്കത്ര മെറ്റീരിയൽ അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ആ ഒരു റേഞ്ചിന് വന്നിട്ട് പ്രൈസ് റേഞ്ചിന് വന്നിട്ട് വർത്ത് തന്നെയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ.